യേശു കർത്താവാണെന്ന് നമ്മൾ അധരം കൊണ്ട് ഏറ്റുപറയണമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ കർത്താവിൻ്റെ പോലും കാലെ പിടിക്കണത് എന്തിനാണ്? നിങ്ങളുടെ ദൈവമായിട്ട് കാണുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നടത്തിലെടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ കർത്താവിൻ്റെ കാലെ പിടിച്ച് നടക്കണം. അത് ദൈവത്തിന് അറിയാം. അപ്പം അതുകൊണ്ട് ഇതിൽ നിന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ബുദ്ധിയുള്ളവരാണെങ്കിൽ കർത്താവ് വിളിക്കണം വിവേകമതി എന്ന് വിളിക്കണം. വിവേകമതികളെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാ മണവാളൻ വരുമ്പോഴും എണ്ണ സൂക്ഷിച്ചിരിക്കണം. കർത്താവ് കന്യകമാരെ വിളിച്ച് പറയണ വിവേകമതികളെന്നാണ് പറയണത്. കന്യകമാർ 2 പേരുണ്ടാവും. വിവേകരഹിതകളും ഉണ്ടാവും, വിവേകമതികളും ഉണ്ടാവും. വിവേകമതികളെന്ന് പറയണത്, വിവേകരഹിതകളെന്ന് പറയണത് മണവാളൻ വരാൻ വൈകും എന്നോർത്തിട്ട് എന്ത് പറ്റും? എണ്ണ എടുക്കാതെ അവിടെ കിടന്ന് ഉറങ്ങും. മണവാളം വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? അവർ ആവശ്യമില്ലാത്ത സമയത്ത് കത്തിച്ചിട്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ആവശ്യമില്ലാത്ത സമയത്ത് എണ്ണ കത്തിച്ച് കളഞ്ഞിട്ടാണ് മണവാളം വന്നപ്പോൾ എണ്ണയില്ലാതെ വന്നത്. ഈ മണവാളം വരാൻ താമസിക്കണ എന്തുകൊണ്ടാണ്? അതിന് ഒരു കാരണം, ഈ യഥാർത്ഥത്തിൽ മണവാളനെ വരവേൽക്കാൻ ഒരുങ്ങാത്ത ആൾക്കാരുള്ളത് കൊണ്ടാണ് മണവാളൻ വരാൻ താമസിക്കുന്നത്. അതുകൊണ്ടാണ് ഒരുങ്ങി നിന്നവർ അവൻ്റെ കൂടെ മണവരെ പ്രവേശിച്ചെന്ന് പറയണത്. അത് ആ വാക്ക് തന്നെയാണ് ഈശോ ഉപയോഗിച്ചിരിക്കുന്നത്. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അപ്പോൾ ഈ തെളിച്ച ദീപം എന്തിൻ്റെതാണ്? വിശ്വാസത്തിൻ്റെ ദീപമാണ് തെളിച്ചിരിക്കണത്. പലപ്പോഴും ദൈവം നോക്കണത് എണ്ണ വറ്റിക്കാനേ നോക്കത്തുള്ളൂ. എന്താണ് ദൈവത്തിൻ്റെ നടപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോഡ് പാർട്ടിനെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ് സംഭവം. എന്താ വെച്ച് കഴിഞ്ഞാൽ ജോലി, വീട്, വിവാഹം, പിള്ളേർ, ഇതിനു വേണ്ടി മാത്രം ദൈവത്തിൻ്റെ കാലെ പിടിച്ച് നടക്കുന്ന ആൾക്കാരെ കുറച്ച് കഴിയുമ്പോൾ ദൈവം മാറ്റും. എപ്പോഴും അവിടെ എണ്ണ പറ്റിപ്പോവും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത് മണവാളം വരാൻ വൈകും. അപ്പം എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോയെന്ന് ചോദിക്കും. അപ്പം മനുഷ്യപുത്രൻ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ വരുമ്പോൾ വന്നതും വരാത്തതും ഒരുപോലെയാകും. എന്താ കാര്യം? നിൻ്റെ എണ്ണ കത്തിപ്പോയി, നിനക്ക് ജോലി കിട്ടി, നീ കല്യാണം കഴിച്ചു, നിനക്ക് പിള്ളേരുണ്ടായി, പക്ഷേ എണ്ണ പറ്റിപ്പോയി. എന്താ കാര്യം? അത് ആണൊരു ട്രാജഡി. മനുഷ്യൻ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ട്രാജഡി അതാണ്. എന്താ കാര്യം? ദൈവം നീ ചോദിച്ചതെല്ലാം നിനക്ക് തരും, പക്ഷെ വരുമ്പോൾ നിൻ്റെ കയ്യിൽ വിശ്വാസം ഉണ്ടാകുമോ? കാര്യം എന്താ? വിശ്വാസം ഇല്ലാത്തതിൻ്റെ കാരണം നീ അന്ന് പറയണത് ഉടമ്പടി എടുക്കാത്ത ജിത്തുവിന് ജോലി കിട്ടി, ദുഃഖ വിളിയാഴ്ച പോലും പള്ളിയിൽ പോകാത്ത എൻ്റെ കൂട്ടുകാരത്തിൽ ജോലി കിട്ടി, അതുപോലെ ഇപ്പം എനിക്ക് കിട്ടിയെന്ന് പറയും. വിശ്വാസം പോയില്ലേ? ഇതൊന്ന് ദൈവമായിട്ട് ഇങ്ങനെ സത്യസന്ധമായിട്ട് പോയാൽ മാത്രമേ നമുക്ക് ഒരു നിലനിൽപ്പിൻ്റെ വരവെന്ന് പറയത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, വിശ്വാസം സംരക്ഷിക്കാൻ ഏതെങ്കിലും ക്ലേശങ്ങളിലൂടെയാണ് പോണതെങ്കിലും നിങ്ങൾ ചിന്തിക്കണം, കർത്താവേ ഈ വിഷയം നിറവേറുന്നൊരു സമയമുണ്ടാകും, എൻ്റെ കല്യാണം നടക്കുന്നൊരു സമയമുണ്ടാകും, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നൊരു സമയമുണ്ടാകും, എനിക്ക് ജോലി കിട്ടുന്നൊരു സമയമുണ്ടാകും. അപ്പോഴേ ഇന്ന് കാണുന്ന വിശ്വാസം അന്ന് ഉണ്ടാകുമോ? അതാണ് ഒരു വിഷയം. ചിലപ്പോൾ ഉണ്ടാകത്തില്ല. നീ അത് കോമൺ ആയിട്ട് എടുക്കും. ഇത് എല്ലാവരും, ഞാൻ മാത്രമല്ല, ഉടമ്പടി എടുക്കാത്തവരും വിശുദ്ധ ജീവിതം ഇല്ലാത്തവരുമൊക്കെ ഭൗതിക ആനുകൂല്യം നേടുന്നില്ല എന്ന് ചോദിക്കും. അപ്പോൾ ഭൗതിക ആനുകൂല്യം നേടാത്തതായിട്ട് നമുക്കുണ്ടാകുന്ന നേട്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് വിശ്വാസം നിലനിർത്താൻ നിനക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. മനസ്സിലായില്ലേ? അത് മറ്റുള്ളവർ നേടിയോ നേടാതിരിക്കുകയോ ഒന്നും അല്ല പ്രശ്നം. മറിച്ച് ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഞെരുക്കങ്ങളിൽ അതിജീവിത വിശ്വാസം, അതായത് അഗ്നിശോധന അതിജീവിക്കുന്ന വിശ്വാസം നീ ആർജിച്ചിട്ടുണ്ടെങ്കിൽ ആ ആർജിത വിശ്വാസമാണ് നിനക്ക് ആർജിത കൃപയ്ക്ക് സഹായമാകണത്. ഇപ്പം ചില കാര്യങ്ങൾക്ക് ആർജിത കൃപ വേണം. ആർജിത കൃപ വേണമെങ്കിൽ ആർജിത വിശ്വാസം വേണം. ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്?
ആർജിത കൃപ, സാധാരണ കൃപയേക്കാൾ എക്സ്ട്രാ ആയിട്ടുള്ള. ഇപ്പം ഇത് മൂലം അപ്പം കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, എന്നാ ചോദിക്കണേ? ശ്രുതികടെ ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ഇപ്പം ഈ വചനങ്ങൾ ആർക്ക് ഗ്രഹിക്കാൻ കഴിയും? ഇത് കഠിനമാണെന്ന് പറയുമ്പോൾ ഈശോ പറയും ഇതിനുള്ള വരം ലഭിച്ചവർക്കല്ലാതെ അത് ഗ്രഹിക്കാൻ കഴിയത്തില്ല. അപ്പം വരം ലഭിക്കുന്നത് അന്നാണ് ഈ ആർജിത വിശ്വാസം എന്ന് പറയുന്നത്. ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 യേശുവേ മഹത്വം മഹത്വം. എന്റെ ദൈവം നീയാണ്, മഹത്വത്തിൽ തീയാണ്. എന്റെ ദൈവം നീയാണ്, മഹത്വത്തിൽ തീയാണ്. അണയാനാവാത്ത തീയാണ്, ആത്മാവിൻ തീയാണ്. അണയാനാവാത്ത തീയാണ്, എന്റെ ദൈവം നീയാണ്, മഹത്വത്തിൽ തീയാണ്. എന്റെ ദൈവം നീയാണ്, മഹത്വത്തിൽ തീയാണ്. അണയാനാവാത്ത തീയാണ്, ആത്മാവിൻ തീയാണ്. അണയാനാവാത്ത തീയാണ്, പല മാതാപിതാക്കന്മാരും കുടുംബങ്ങളും നിലനിൽക്കുന്നതും. എൻ്റെ കുടുംബം 120 കൊല്ലം മുമ്പ് ചേട്ടൻ അനിയനെ വെടിവെച്ച് വന്ന കുടുംബമാണ് എൻ്റെത്. എൻ്റെ ജീവിതത്തിൽ എഴുതിയിട്ടുണ്ടത്. ചേട്ടന് അനിയനെ വെടിവെച്ച് വന്നു. അപ്പോൾ എൻ്റെ അപ്പൻ എന്നോട് കുഞ്ഞുനാളിൽ പറയും, മകനെ ഇതാണ് നമ്മുടെ കുടുംബം. എന്തെങ്കിലും നിൻ്റെ കയ്യിൽ കാശായിരിക്കണ കാലത്ത് നമ്മുടെ കുടുംബത്തോട് കർത്താവ് പൊറുക്കുമെന്ന് പറയും. അപ്പം ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കുടുംബത്തിൽ കാശ വരാൻ വേണ്ടി, എൻ്റെ കയ്യിൽ കാശ വരാൻ വേണ്ടിയാണ്. എനിക്കതിൻ്റെ അകത്ത് എന്തെങ്കിലും കർത്താവിന് കൊടുക്കണ പോലെയോ അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ട പോലെയോ എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയത് കർത്താവിനെ നേടിയെന്നാണ് തോന്നിയത്. അത് തോന്നിയത് മാത്രമല്ല, അത് പിന്നീടുണ്ടായിരുന്ന മുഴുവൻ അനുഭവങ്ങൾ അങ്ങനെയാണ്. ഞാൻ എപ്പോഴും ഈശോയോട് പറയവേ, 10ാം ക്ലാസ്സിൽ പെട്ടി എടുത്തിറങ്ങിയപ്പോഴേ നീ ഇത്രയും വലിയ സംഭവമാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ എനിക്കറിയാഞ്ഞ കാലത്ത് നീ എന്നെ വിളിച്ചതിന് നന്ദി പറയണമെന്ന് പറയും. അറിവുണ്ട്, എനിക്കറിയാഞ്ഞ കാലത്ത് നീ എന്നെ വിളിച്ചില്ലേ, അതിന് ഞാൻ നന്ദി പറയണത്. അതിനാണ് എൻ്റെ ഏറ്റവും വലിയ നന്ദി എന്ന് പറയണത്. നമുക്കറിയാഞ്ഞ കാലത്ത് നമ്മളെ വിളിച്ചു. ഇവിടെ വന്ന് അവൻ്റെ കൂടെ കൂടിയപ്പോഴല്ലേ മനസ്സിലായത് അവൻ ആരാണെന്ന്. അവനെക്കുറിച്ച് പഠിക്കാനൊത്ത്, അവനെക്കുറിച്ച് ചിന്തിക്കാനൊത്ത്, അവനെക്കുറിച്ച് ധ്യാനിക്കാനൊത്ത്, അവൻ്റെ കൂടെ ജീവിക്കാനൊത്ത്. എന്തൊരു സംഭവമാണ് ഈ ജീവിതം. അങ്ങ് നിത്യത വരെയല്ലേ പോണത്. ശ്രുതികടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയും കൃപാസന പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റിയതിന് ഞാൻ മാതാവിനും തിരുകുമാറിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ശ്രീനാലക്ഷ്മി, ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. പക്ഷേ ആ സമയത്ത് ഞാൻ അന്ന് അധികം ഇൻവോൾവ്മെൻറ്റ് ഇതിന് കൊടുത്തിട്ടില്ല. ഞാനാണെങ്കിൽ കോൺവെൻറ്റ് സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കുമെങ്കിലും കൃപാസന മാതാവിനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നീട് ഞാനാണെങ്കിൽ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ OET പഠിക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ മാവേലിക്കര ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ചാണ് കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. അന്നേരം എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഉടമ്പടി എടുക്കുവാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. കാരണം ഞാനത് കറക്റ്റായിട്ട് ചെയ്യുമോ ഇല്ലയോ അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് അറിയത്തില്ല. പിന്നെ കൂടുതൽ അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടും ബൈബിൾ പ്രാർത്ഥനകളെക്കുറിച്ചൊന്നും വലുതായിട്ട് അറിയാത്തത് കൊണ്ടും എനിക്ക് അതിനോട്ട് പോകാൻ താല്പര്യമില്ലാത്ത രീതിയായിരുന്നു. പിന്നീട്
OET എഴുതി. ആദ്യത്തെ വട്ടം OET എഴുതി എനിക്ക് ക്ലബിംഗ് സ്കോറാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അടുത്ത വട്ടം എഴുതുമ്പോൾ എനിക്ക് കിട്ടും എന്നുള്ളൊരു ഭയങ്കര പ്രതീക്ഷയിലാണ് ഇരുന്നത്. ഞാൻ രണ്ടാമത്തെ വട്ടം എഴുതി, അതും ക്ലബിംഗ് സ്കോറോടെ തന്നെയാണ് പോയത്. എന്നിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ അങ്ങനെ മൂന്നാമത്തെ വട്ടം ഉടമ്പടി മീൻസ് എക്സാം എഴുതുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചിട്ടാണെങ്കിൽ ഞാൻ പോയി കാശുരൂപം കൊണ്ട് എഴുതി. ആ സമയത്താണെങ്കിൽ എനിക്ക് ഒരുപാട് മീൻസ് ആദ്യത്തെ റീഡിങ്ങിൻ്റെ എ പാർട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റി. 15 മിനിറ്റ് കൊണ്ട് തീർക്കുന്നത് അതെൻ്റെ ഭയങ്കര കോൺഫിഡൻസ് കൂട്ടി. അതുകൊണ്ട് ഞാൻ ബിയും സിയും ഒട്ടും ഇതില്ലാതെ നിന്നു. അങ്ങനെ എനിക്കാണെങ്കിൽ ഭയങ്കര മാർക്ക് കുറവ്, മീൻസ് എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ല. എനിക്ക് സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ 8th മന്തിലാണ്, എൻ്റെ പ്രഗ്നൻസിയുടെ 8th മന്തിലാണ് ഞാനത് OET എക്സാം എഴുതുന്നത്. അന്നേരം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടും എനിക്ക് പറ്റിയില്ലല്ലോ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് നല്ല സ്കോറോടെ തന്നെ പാസ്സാകാൻ പറ്റി. പിന്നെ അതേപോലെ തന്നെ പക്ഷേ 8th മന്ത് ആയതുകൊണ്ട് അതിനെക്കുറിച്ച് നോക്കുന്നില്ലായിരുന്നു. പക്ഷേ ക്ലബിംഗ് സ്കോർ 2 കൂടെ കൂട്ടി എനിക്ക് പോകാൻ പറ്റുന്നൊരു രീതിയായിരുന്നു. അങ്ങനെ പിന്നീട് ഞാനാണെങ്കിൽ എക്സാം മീൻസ് ഹോസ്പിറ്റലിൽ സ്കാനിങ്ങിന് ഇതിരിക്കുമ്പോഴാണ് ന്യൂസിലാൻഡിന് എനിക്കിപ്പോൾ ഉള്ള സ്കോറിൽ പോകാൻ പറ്റും. പിന്നെ അതേപോലെ അവിടുത്തെ എക്സ്പീരിയൻസ് 2500 അവേഴ്സായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. അതായത് 1.5 years എനിക്ക് ആ എക്സ്പീരിയൻസേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അതിന് അപ്ലൈ ചെയ്യാമെന്നുള്ള രീതിയായി. അങ്ങനെ നോർമൽ ഇതിൽ ഞാൻ അപ്ലൈ ചെയ്ത് എൻ്റെ എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്മൂത്തായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ജൂണൊക്കെ ആയപ്പോഴത്തേനും ഞാൻ എല്ലാ ഡോക്യുമെൻറ്റ്സും അവർ പറയുന്ന ഏജൻസിക്കാർ പറയുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും അതേ ഇതിൽ ഞാൻ സബ്മിറ്റ് ചെയ്തു. എല്ലാം നല്ല സ്മൂത്ത്ലി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ വിസ മാത്രം അവർ ഇടുന്നില്ല ഏജൻസിക്കാർ. എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ മീൻസ് നിന്നെക്കാട്ടി മുമ്പ് വന്നവരുടെ ഒത്തിരി ഇരിക്കുന്നുണ്ട്, അവർ ഇടട്ടെ, അവരൊരു ഓർഡർ വൈസിലാണ്, ധൃതി പിടിച്ചിട്ട് കാര്യമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്നു. പിന്നീട് എൻ്റെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. സാക്ഷ്യങ്ങളിനകത്താണെങ്കിൽ ഇങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് പറയും. അന്നേരം ഞാൻ സാക്ഷ്യങ്ങളിനകത്തും പിന്നെ അച്ഛൻ്റെ ധ്യാനത്തിനകത്താണെങ്കിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു 28 ഒക്ടോബർ 28 ആണ് ഇവിടുത്തെ ജപമാല റാലിന്ന്. അങ്ങനെ ഞാൻ ഒക്ടോബർ 28 ജപമാല റാലി ആ ഒരു ദിവസം എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അന്ന് വൈകിട്ട് വീട്ടിൽ പോയി സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് എൻ്റെ പാസ്പോർട്ടിൽ ഒരു പെൻസിൽ കൊണ്ട് എഴുതി വെച്ച് എനിക്ക് 28 ഒക്ടോബറിന് മുമ്പ് ന്യൂസിലാൻഡിൽ എത്തണം എന്ന്. അങ്ങനെ എഴുതി വെച്ചിട്ട് അന്ന് പ്രാർത്ഥിച്ചു കിടന്നു ഉറങ്ങി. രാവിലെ ആയപ്പോൾ എനിക്ക് മെയിൽ വന്നു, ഈ വർഷം ഇനി അങ്ങോട്ട് ഒരു പ്ലേസ്മെൻറ്റും ഇല്ല, അതുകൊണ്ട് ആർക്കും പോകാൻ പറ്റില്ല, നെക്സ്റ്റ് ഇയറിലെ പ്ലേസ്മെൻറ്റ് വരത്തുള്ളൂ. അന്നേരം എനിക്ക് ആദ്യമേ ഭയങ്കര സങ്കടമായി. ഞാൻ എന്ത് ചെയ്തിട്ടാണ് മാതാവേ അങ്ങനെ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. എങ്കിലും ഞാൻ എൻ്റെ പ്രാർത്ഥനയും അല്ലെങ്കിൽ ഉപവാസങ്ങളും മറ്റും ഞാൻ മുടക്കിയിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും എൻ്റെ കയ്യിൽ പാസ്പോർട്ട് വെച്ചുകൊണ്ട് ഞാൻ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുകയും പള്ളിയിൽ ആരാധന കൂടാൻ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് എൻ്റെ സെപ്റ്റംബർ 30 എൻ്റെ വിസ അവർ ഇട്ടു. ആദ്യമേ വിസ ഇടുന്നതിൻ്റെ സമയത്ത് ഭയങ്കര തടസ്സങ്ങളായിരുന്നു. എൻ്റെ ആണെങ്കിൽ പേയ്മെൻ്റ് ഒന്നും ആവുന്നില്ലായിരുന്നു. ഡെബിറ്റ് കാർഡിൻ്റെ എന്തോ പ്രോബ്ലം, ഓൾറെഡി ഇതെല്ലാം ക്ലിയർ ആക്കി വെച്ചേ, പക്ഷേ ആ സമയത്ത് എന്തോ കാരണം കൊണ്ട് ഇതൊന്നും നടക്കുന്നില്ല. പിന്നീടാണെങ്കിൽ ഞാനാണെങ്കിൽ മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാനാണെങ്കിൽ അയച്ചു നോക്കിയപ്പോഴത്തേന് അത് സ്മൂത്തായിട്ട് പോയി. അതേപോലെ തന്നെ അന്നേരം ആ ഒരു ടെൻഷനിൽ ഞാനാണെങ്കിൽ വചനപ്പെട്ടി എടുത്തപ്പോൾ നിനക്ക് എൻ്റെ കൃപ മതി, എൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നതെന്നുള്ള വചനം കിട്ടി. ആ വചനമാണ് ഇന്നും ഞാൻ മുറുക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് ഒന്നും തന്നെ നേടാൻ കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞു സെപ്റ്റംബർ 30 വിസ ഇട്ടെങ്കിൽ ഒക്ടോബർ 7 എനിക്ക് വിസ ലഭിച്ചു. വിസ ലഭിച്ചപ്പോഴും എനിക്കാണെങ്കിൽ അവർ മെസ്സേജ് അയച്ച് നീ എന്നോട് മീൻസ് ചോദിച്ചുകൊണ്ടും എന്നാ പ്ലേസ്മെൻ്റ് എന്നും പറഞ്ഞ് ചോദിച്ച് മെസ്സേജ് അയക്കണ്ട, ഇപ്പം വിസ കിട്ടിയ ആർക്കും ഈ വർഷം തന്നെ കയറി പോകാൻ പറ്റത്തില്ല, നെക്സ്റ്റ് ഇയറേ കയറി പോകാൻ പറ്റൂ, അലോട്ട്മെൻ്റ് എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഇനി ഒരു പ്ലേസ്മെൻറ്റ് ഇപ്പം ഇല്ല എന്ന്. അങ്ങനെ ആയപ്പം പക്ഷേ ഓക്കെ, ഞാനത് എൻ്റെ സമയമായിട്ടില്ല, അടുത്ത വർഷമായിരിക്കാം അങ്ങനെ വിചാരിച്ചു ഞാൻ ഓക്കെ ആയിട്ടിരിക്കുമായിരുന്നു. പക്ഷേ പിറ്റേന്ന് രാവിലെ എനിക്ക്
മെസ്സേജ് വന്നിരിക്കുന്നു. എൻ്റെ മീൻസ് അവിടെ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു കോഴ്സ്, അഡാപ്റ്റീവ് കോഴ്സ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ നേഴ്സിങ്ങിൻ്റെ അത് ന്യൂസിലാൻഡ് രജിസ്ട്രേഷനിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിൻ്റെ ആണ് ആ യൂണിവേഴ്സിറ്റി. ആ പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു, നിനക്കിപ്പം മീൻസ് ഒക്ടോബർ 16 മുമ്പ് നീ ന്യൂസിലാൻഡിൽ എത്തണം, ഒക്ടോബർ 16 നിൻ്റെ ക്യാബ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുവാണെന്ന്. അങ്ങനെ ഏജൻസിക്കാർ എന്നെ ഒരുപാട് വട്ടം വിളിച്ചു. ഇത് പെട്ടെന്ന് വന്നതാ, എങ്ങനെയാണെന്ന് അറിയത്തില്ല, സോ പെട്ടെന്ന് ടിക്കറ്റ് എടുത്തോളാൻ. അങ്ങനെ ഞാൻ 14 ടിക്കറ്റ് എടുത്തു. ഞാനവിടെ 16 എത്തി. ഞങ്ങൾക്ക് ഇത്രയും ഷോർട്ട് നോട്ടീസിൽ തന്നതുകൊണ്ട് 17 എൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ ഈ വഴിയാണ് ഞാൻ എയർപോർട്ടിലോട്ട് പോയപ്പോൾ ഞാൻ മാതാവിനോട് ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ വിസിറ്റിംഗ് വിസയിലാണ് പോകുന്നത്, എനിക്ക് ആരെയും അവിടെ അറിയാവുന്നവരും ഇല്ല, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല, നീ ഉള്ള സ്ഥലത്ത് തന്നെ എന്നെ എത്തിക്കണേന്ന് പറഞ്ഞു. അന്നേരം ആണെങ്കിൽ അവിടെ ചെന്നപ്പോൾ എനിക്ക് വേറെ ആരെയും അറിയത്തില്ല. ഏജൻസിക്കാരെ ആകെപ്പാട് ഫോണിൽ കൂടെ കോൺടാക്ട് ചെയ്ത് ഏജൻസിക്കാരെ മാത്രമേ എനിക്ക് അറിയാവുള്ളൂ. മീൻസ് യൂട്യൂബ് വഴിയാണ് ഏജൻസിയെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് അത് മാത്രമേ എനിക്കറിയാവുള്ളൂ. അവിടെ ചെന്നപ്പോൾ അവിടുന്ന് പരിചയപ്പെട്ട ഒരു ചേച്ചിയാണെങ്കിൽ എന്നെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. കാരണം എനിക്ക് അറിയാവുന്ന ആരും ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ടൈം ഫ്രെയിം മീൻസ് അവിടെ ഞാനാണെങ്കിൽ 1 മന്തിലേക്കായിരുന്നു ആ കോഴ്സ് ചെയ്തത്. ആ ടൈം കഴിയുമ്പോൾ അവിടുന്ന് മാറിക്കൊടുക്കണം. അങ്ങനെ ഞാൻ വേറൊരു സ്ഥലത്തോട്ട് പോയി. ആ സ്ഥലത്ത് മാതാവിൻ്റെ പേരിലാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. ക്യാപിറ്റിന്ന് വില്ലിംഗ്ടണിലെ അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. അവിടെ വലിയൊരു മാതാവിൻ്റെ ഇതുണ്ട്. മീൻസ് മാതാവാണ് അവിടെ കൂടുതൽ നിൽക്കുന്നത്. മാതാവിൻ്റെ പള്ളിയുണ്ട്. ഞാൻ നിൽക്കുന്ന വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ്സ് ഡിസ്റ്റൻസേ ഉള്ളായിരുന്നു പള്ളിയിലേക്ക് പോകാൻ. അന്നേരം ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ കാണാറുണ്ട്. ഈ അയർലൻഡ് UK പോയി കഴിയുമ്പോൾ നമുക്ക് പള്ളിയുടെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെ ആരാധനകളിലൊന്നും പോകാൻ പറ്റത്തില്ല, അങ്ങനെ ഉടമ്പടിയിൽ നിന്ന് തെന്നി മാറുന്നു എന്നൊക്കെ ഉള്ളത്. അന്നേരം എനിക്ക് മാതാവേ, ഞാൻ എപ്പോഴും നിൻ്റെ അടുത്ത് എന്ത് കാര്യം ചെയ്യുമ്പോഴും എനിക്ക് നിന്നെ വേണം എൻ്റെ കൂടെ, എനിക്ക് നിന്നോട് അനുവാദം ചോദിച്ചിട്ട് വേണം ചെയ്യാമെന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഈ നിമിഷം വരെ നിൽക്കുന്നത്. ഇപ്പോൾ അവധിക്ക് ഞാൻ അവിടുന്ന് വന്നപ്പോഴും ഞാൻ മാതാവിനോട് പോയി പറഞ്ഞു, ഞാൻ ദാണ്ട വരുവാ സാക്ഷ്യം പറയാൻ നിൻ്റെ അടുത്തോട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തിയത്. പിന്നീട് ഞാൻ നിൽക്കുന്ന വീട്ടിൽ അവിടെ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് നോർമൽ ഇവിടെ എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് അതേപോലെയാണ് നമ്മൾ അവിടെയും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ആ ടൈമിൽ ഒരുപാട് ആൾക്കാർ എൻ്റെ കൂടെ വന്നവർ തിരിച്ചു വരുന്നുണ്ടായിരുന്നു, കാരണം ജോബ് കിട്ടാതെ. അന്നേരം ഞങ്ങളുടെ ഏജൻസിക്കാർ പറയുന്നുണ്ടായി, എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ അവിടെ കയറിക്കണം, നിങ്ങൾ നല്ല ഫെസിലിറ്റി നോക്കി നിൽക്കേണ്ട. അന്നേരം എനിക്കാണെങ്കിൽ 1.6 years എക്സ്പീരിയൻസേ ഉള്ളൂ. അവിടെയുള്ളവർക്കെല്ലാം 2 years എക്സ്പീരിയൻസ് കൂടുതലുണ്ട്. പിന്നെ കൂടുതലും മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് വരുന്നത്. എനിക്കാണെങ്കിൽ ഒരു എക്സ്പീരിയൻസും ഇല്ല, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു ദിവസം കുർബാന കഴിഞ്ഞിട്ട് വന്നപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, നാളെ ഇൻ്റർവ്യൂവിന് വരണമെന്ന്. ഷോർട്ട് നോട്ടീസ് തന്നെയാണ്, ഡയറക്റ്റ് വരാമോ എന്ന് അവരെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാം, കുഴപ്പമില്ല എന്ന് പറയും. അവിടെ ചെന്നു. ഞാനാണെങ്കിൽ എൻ്റെ കയ്യിൽ ജപമാലയും ഉണ്ടായിരുന്നു, കാശുരൂപവും ഉണ്ടായിരുന്നു. അന്നേരം മീൻസ് മെയിനായിട്ടുള്ള ഒരാൾ ഇന്ത്യനായിരുന്നു, പക്ഷെ ബാക്കി എല്ലാവരും അവിടുത്തെ ഒഫീഷ്യൽസ് ആയിരുന്നു. അന്നേരം അവരവിടെ ഇരുന്നിട്ട് എന്നോട് മീൻസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഞാൻ കാശുരൂപത്തിൽ നോക്കിക്കൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാനല്ല ആൻസർ പറയുന്നത്, നീ ആൻസർ പറയുന്നത്, എനിക്ക് വേണ്ടി എന്തായാലും നീ എനിക്ക് വേണ്ടി സംസാരിക്കണേന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ എനിക്ക് അറിയത്തില്ല മീൻസ് കിട്ടുമോ ഇല്ലയോ ഒന്നും അറിയാതെ ഇരിക്കുന്ന ഒരു സമയത്ത് ആ ബ്രദർ എന്നോട് പറഞ്ഞു, ലാസ്റ്റ് 2 years ഞാൻ ഒരുപാട് പേര് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, അതിൽ വൺ ഓഫ് ദ ബെസ്റ്റാണ്, നിനക്ക് ഞാൻ ഈ പ്ലേസ്മെൻറ്റ് തരാൻ പോവുകയാണെന്ന് പറഞ്ഞു. അന്നേരം അത് 23rd ഡിസംബറിലായിരുന്നു. അന്നേരം ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, 25th ഡിസംബർ എനിക്ക് ക്രിസ്മസ് സന്തോഷത്തോടെ ആഘോഷിക്കാൻ പറ്റണേ മാതാവേ, സങ്കടപ്പെട്ട് തിരിച്ചു പോവുമോ ഇല്ലയോ എന്നറിയാതെ ഞാൻ നിൽക്കരുത്, എനിക്ക് സന്തോഷത്തോടെ ആഘോഷിക്കാൻ പറ്റണേന്ന്. അങ്ങനെ എനിക്ക് 23rd അന്ന് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുകയും ചെയ്തു. അതാണ് ആദ്യത്തെ എൻ്റെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയും ഹസ്ബൻഡേയും മാരേജ് കഴിഞ്ഞിട്ട് 2 years ആയിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ലിവിങ് റിലേഷൻഷിപ്പ് 6 months കാണിക്കാനുള്ളൂ. പിന്നെ ന്യൂസിലാൻഡിലേക്ക് ഒരുപാട് പേപ്പർ വർക്ക്സ് ഉണ്ട്. മീൻസ് എവിടെയെങ്കിലും അവർക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഒരു തെളിവല്ല, അതിന് പകരം നമ്മൾ വേറെ ഓരോന്ന് മീൻസ് ബാങ്ക് അക്കൗണ്ട്, പ്രോപ്പർട്ടി, അങ്ങനത്തെ ഒരുപാട്. പക്ഷെ അങ്ങനത്തെ ഒരു ഇതും ഞങ്ങൾക്ക് കാണിക്കാനില്ലായിരുന്നു. അന്നേരം ഞാൻ ലീഗൽ അഡ്വൈസറിനോട് സംസാരിച്ചപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത്, ഇട്ട് നോക്ക്, ചിലപ്പം കിട്ടും,
കിട്ടിയില്ലെങ്കിൽ 6 months ഹസ്ബൻഡിനെയും കൊച്ചിനെയും ഇവിടെ വിസിറ്റേഴ്സ് വിസയിൽ കൊണ്ടുവന്നിട്ട് നിനക്കാണെങ്കിൽ ഇവിടെ നിൽക്കുന്നതെന്നുള്ള അവരുടെ ഒരുമിച്ച് നിന്നു എന്നുള്ള പ്രൂഫ് കാണിക്കുക. അങ്ങനെയാകുമ്പം ചിലപ്പോൾ ഇമിഗ്രേഷൻ തരുമെന്ന്. അന്നേരം ഓക്കെ. അന്നേരം എല്ലാവരും പറഞ്ഞു അത് റിസ്ക്കാണ്, വെറുതെ നീ അങ്ങനെ ഇട്ട് നോക്കണ്ട, വെറുതെ പൈസ പോകത്തേ ഉള്ളൂ. അന്നേരം പക്ഷെ ഞാൻ മാതാവിനെ വിശ്വസിച്ചുകൊണ്ട് ഞാനത് ഇട്ടു. എനിക്ക് 7 ദിവസത്തിനുള്ളിൽ എൻ്റെ റെസിഡൻസി കിട്ടി. എന്നോടാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പോലും അവർ ചോദിച്ചിട്ടില്ല. അത് എന്താണെന്ന് ഇപ്പോഴും അവിടെയുള്ള എല്ലാവർക്കും അത്ഭുതം, എന്തു പറ്റി, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കതിൽ പറയാൻ പറ്റും. എനിക്ക് മാതാവ് എന്നെ അനുഗ്രഹിച്ചതാണെന്ന്. 3-ാമത്തെ കാര്യം എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ്. ലേണേഴ്സ് ലൈസൻസ് അവിടെ കുഴപ്പമില്ല, കമ്പ്യൂട്ടറിനകത്ത് നമ്മുടെ നാട്ടിലെ ടെസ്റ്റ് പോലെ തന്നെ ചെയ്താൽ മതി, അത് ഓക്കെയാണ്. പക്ഷേ റോഡ് ടെസ്റ്റ് ഭയങ്കര സ്ട്രിക്റ്റ്, മീൻസ് ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായാൽ പോലും നന്നായിട്ട് നാട്ടിൽ ഓടിക്കുന്നവരായാലും അവിടെ ഓടിക്കുന്നവരായാലും ഭയങ്കര പാടാണ് കിട്ടാൻ. ആദ്യത്തെ അറ്റംപ്റ്റിലൊന്നും ആർക്കും കിട്ടത്തില്ല, അങ്ങനെ കേട്ടിട്ടുമില്ല. അന്നേരം ഞാനാണെങ്കിൽ നാട്ടിൽ ഒരു വണ്ടി പോലും ഓടിച്ചിട്ടില്ല. അവിടെ ചെന്നിട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആദ്യത്തെ സമയങ്ങളിൽ. അതുകൊണ്ട് എനിക്ക് വണ്ടി ഓടിക്കേണ്ട ആവശ്യമുണ്ട്, വർക്കിങ്ങിന് പോകുന്നത് കൊണ്ട്. അതുകൊണ്ട് ഞാൻ കാർ ഓടിക്കുമായിരുന്നു. പക്ഷേ ഓട്ടോമാറ്റിക് ഓടിക്കും, എങ്കിലും എനിക്കതിന് ലോസും അങ്ങനെ റൂൾസൊന്നും അധികം അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹസ്ബൻഡ് എല്ലാവരും പറഞ്ഞു നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അന്നേരം എൻ്റെ ഒരു ഫ്രണ്ട് ടെസ്റ്റിന് പോകുന്നുണ്ട്. അന്നേരം ഞാൻ അവളോട് പറഞ്ഞു ഞാൻ ചുമ്മാ വരാം, നോക്കാം എന്ന് പറഞ്ഞു. പക്ഷേ കയറിയ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ കിട്ടണേ എന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു. കാശുരൂപം വെച്ച് ഞാൻ വണ്ടി ഓടിച്ചു. ആ സ്റ്റോപ്പിലെത്തിയപ്പം, മീൻസ് അറ്റ് ദ എൻഡ് എത്തിയപ്പം അന്നേരം അവർ പറയുന്നത് പാസ്സാണോ ഫെയിലാണോ എന്ന്. അന്നേരം എൻ്റെ കയ്യിൽ കൺഗ്രാജുലേഷൻ എന്നും പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് തന്നിട്ട് പാസ്സാണെന്ന് പറഞ്ഞു. അതെനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ആർക്കും അവിടെ ഉള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ കിട്ടി? അത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെന്ന് പറഞ്ഞാൽ പോലും ആരും ഇപ്പോഴും വിശ്വസിക്കത്തില്ല. കാരണം അവർ വിചാരിക്കുന്നത് ഞാൻ പറയാതെ പോയി നേരത്തെ എഴുതിയിട്ടുണ്ടെന്ന്. പക്ഷെ അതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. അങ്ങനെ അതും കിട്ടി. ഇന്ന് ഈ നിമിഷം വരെ മാതാവിനെ പൊന്നുപോലെ കാത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ഉടമ്പടിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ മാതാവ് എനിക്ക് വേണ്ടത് എന്തെന്ന് നോക്കി മാതാവ് ഒരു അമ്മയെ പോലെ എന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മ തന്നെയാണ് മാതാവ്. കാരുണ്യ പ്രവൃത്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ആ ഒരു സമയത്ത് എനിക്കാണെങ്കിൽ അധികം സഹായിക്കാനോ കാര്യങ്ങളോ പറ്റില്ലായിരുന്നു. ജോലിയും കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് വരുമാനം കിട്ടിയപ്പോൾ അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞത് മാതാവേ എനിക്ക് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സമയം വരുമ്പോൾ ഞാൻ എല്ലാവരെയും സഹായിക്കാം. ആ വാക്ക് ഞാൻ ഇതുവരെയും പാലിക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ പാവപ്പെട്ടവർക്ക് സഹായം ഞാൻ ഇന്നുവരെ ചെയ്യുന്നുണ്ട്. രോഗികൾക്കായാലും സഹായിക്കുന്നുണ്ട്. പിന്നീട് ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുന്നുണ്ട്. അതേപോലെ ഉപവാസം ബുധനാഴ്ചയും ശനിയാഴ്ചയും മോർണിംഗ് ഉപവാസം എടുക്കുന്നുണ്ട്. ബൈബിൾ ഞാൻ എൻ്റെ കയ്യിൽ ബൈബിളില്ല, പക്ഷെ ഞാനാണെങ്കിൽ PDF ഫോണിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ബൈബിൾ വായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സമ്പൂർണ്ണ ജപമാല എല്ലാ ദിവസവും ചൊല്ലുന്നുണ്ട്. ഒരിക്കൽ കൂടി ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് എൻ്റെ വിസയുടെ ഡേറ്റാണ്. ഞാൻ ഒക്ടോബർ 28 മുമ്പ് ചെല്ലണമെന്ന് പ്രാർത്ഥിച്ചതാണ്. ഇവിടെ വന്ന് സെപ്റ്റംബർ 13 ഇട്ടത്, പക്ഷേ ഉടമ്പടി എടുത്തത്. പിന്നീട് ഒക്ടോബർ 7 എനിക്ക് വിസ കിട്ടുകയും ഒക്ടോബർ 17 ഞാൻ ന്യൂസിലൻഡിലെത്തി എൻ്റെ ക്യാബ് കോൾസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പരിശുദ്ധ മാതാവിനും പുത്രനും എന്നെ പ്രത്യക്ഷത്തിന് സാക്ഷിയാക്കിയതിന് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഡീന, ഞാൻ അയർലൻഡിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഓൺലൈനാണ്, ഏപ്രിൽ 2023. ഞാൻ നേഴ്സാണ്. അപ്പോൾ OET ഞാൻ 5 പ്രാവശ്യം എഴുതിയായിരുന്നു. എനിക്ക് 5 പ്രാവശ്യം എഴുതിയിട്ടും റീഡിങ് കിട്ടുന്നുണ്ടായിരുന്നില്ല, C ആയിരുന്നു എപ്പോഴും. അങ്ങനെ ലാസ്റ്റ് ഞാൻ മാതാവിൽ ഏൽപ്പിച്ചു, മാതാവേ നീ തന്നെ എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണം, എനിക്ക് ഈ പ്രാവശ്യമെങ്കിലും കിട്ടണം, ലാസ്റ്റ് അറ്റംപ്റ്റാണ്. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഏപ്രിൽ 2023 ഞാൻ എക്സാം എഴുതിയത് മെയ് 27 എനിക്ക് മാതാവ് അയർലൻഡ് സ്കോർ തന്ന് എന്നെ സഹായിച്ചു. അത് കഴിഞ്ഞ് DLഉം പെട്ടെന്ന് കിട്ടി. പക്ഷേ എല്ലാവരും പറഞ്ഞു അയർലൻഡാണ്, കുറേ സമയം എടുക്കും, പോകാൻ പറ്റുമോ എനിക്കറിയത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞപ്പം ഞാൻ ഡിപ്രഷനിലായി.
അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എടി നിനക്ക് മാതാവ് തന്നതല്ലേ, മാതാവ് നിന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് പിന്നെ ഇൻ്റർവ്യൂ ഒന്നും ഇല്ല, അവിടെ ഫ്രീസായി, അവർ ഇൻ്റർവ്യൂ ഒന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞാൻ വിചാരിച്ചു തീർത്ഥാടന ഉടമ്പടി എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ മെയ് 12 2024 ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിൽ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞത്, എനിക്ക് ഒരു ഗവൺമെൻറ് അവിടുത്തെ അയർലൻഡിലെ HSCയിൽ ഒരു ഇൻ്റർവ്യൂ വരണേ, അവരെല്ലാവരും ഫ്രീസ് ചെയ്ത് വെച്ചേക്കും, എന്നിരുന്നാലും എനിക്ക് അത് കിട്ടണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിയോഗം വെച്ചത്. അത് കഴിഞ്ഞ് എന്നെ ഒരു ഏജൻസി സ്റ്റാഫ് വിളിച്ചിട്ട് പറഞ്ഞു, ഡീന ഇങ്ങനെ ഇൻ്റർവ്യൂ വരുന്നുണ്ട്, നീ DL ഒന്നും കൂടി പുതുക്കേണ്ടി വരും. അപ്പം ഞാൻ ഹസ്ബൻഡോട് ചോദിച്ചു, ഹസ്ബൻഡ് ചെയ്യണോ അത്, ബിക്കോസ് ഓൾറെഡി നമ്മൾ ചെയ്ത് ഇത്രയും പൈസ മുടക്കി, ഇനി ചെയ്യണോ? അപ്പം ആൾ പറഞ്ഞു, നീ ചെയ്തോ, കുഴപ്പമില്ല, മാതാവ് നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെയും DLന് നോക്കാൻ വേണ്ടി നിന്നു. അങ്ങനെ ഇരിക്കെ ഇൻ്റർവ്യൂ ഓഗസ്റ്റ് 8 ആയിരുന്നു, അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് നീ എനിക്ക് ഇൻ്റർവ്യൂ തരണം. അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്ത സമയത്ത് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ച് ആണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അതിൻ്റെ ഇതുമായിട്ട് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. പക്ഷേ ഇൻ്റർവ്യൂയുടെ ഇത് അവർ പറഞ്ഞില്ലായിരുന്നു, 4 പേര് സെലക്ട് ആയിട്ടുള്ളൂ, വേറെ ഒരു ഇൻഫർമേഷനും കിട്ടിയില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് തിരികത്തിച്ച് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് അതിലൊരു പേരെങ്കിലും എൻ്റെ ഉണ്ടാവണേ, ഇനി ഇൻ്റർവ്യൂ വരുമോ എന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പം തിരിയിൽ ഞാൻ പൂ കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ മാതാവിൻ്റെ രൂപം കണ്ടു. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എനിക്കത് തരുമെന്ന്. അങ്ങനെ 4 ദിവസം കഴിഞ്ഞപ്പം അവർ വിളിച്ചു പറഞ്ഞു, ഡീന നീ സെലക്റ്റഡ് ആണ്, നീ അപ്പം നിൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കണം, പേപ്പർ വർക്കൊക്കെ ചെയ്യണം. അപ്പോൾ അതിൽ ഫസ്റ്റ് അവർ പറഞ്ഞത് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന്. അപ്പം ഞാൻ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതിന് അപ്ലൈ ചെയ്യാൻ പോയപ്പം എന്തോ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്ന രീതിയിൽ അവർ സംസാരിച്ചു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇനി ഇതിൻ്റെ പുറകെ നടക്കണോ? മാതാവ് എന്നോട് പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പം എൻ്റെ ചേച്ചി വിളിച്ച് പറഞ്ഞു, എടി ഒരു ചേട്ടൻ്റെ നമ്പർ തരാം, നീ ഒന്ന് ആ ചേട്ടനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ചേട്ടനെ വിളിച്ചു. ചേട്ടൻ പറഞ്ഞു, നീ ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് റെഡിയാക്കാം. പെട്ടെന്നാണ് 2 ദിവസത്തിനുള്ളിൽ എനിക്ക് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അയച്ചു തന്നു. ഒരു പ്രശ്നം ഉണ്ടായില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഡീറ്റെയിൽസൊക്കെ വെച്ച് എല്ലാം റെഡിയാക്കി അവർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഡീന ഇപ്പോഴും ഫ്രീസാണ്, അവരെടുക്കുന്നില്ല, നീ വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നീ വേറെ ഇൻ്റർവ്യൂ നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചു, മാതാവ് ഏതായാലും എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് എനിക്ക് തരും, ഏതായാലും ഇത്രയും നാൾ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ഇനി മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. ആ വിശ്വാസത്തിൽ ഞാൻ ഓരോരുത്തർ കുത്തുവാക്ക് പറയുമ്പോഴും പോകുന്നില്ലേ, റെഡി ആയില്ലേ എന്ന് പറയുമ്പോഴും ഞാൻ വിചാരിച്ചു, മാതാവ് യേശുവൊക്കെ എന്തോരം സഹിച്ചു, നമുക്ക് ഇച്ചിരിയൊക്കെ സഹിക്കാൻ പാടില്ലേ. അങ്ങനെ ഞാൻ കുഴപ്പമില്ലാതെ പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങളും ചെയ്ത് നടന്നു. അങ്ങനെ ഇരിക്കെ അവർ പെട്ടെന്ന് തന്നെ ജാനുവരി ആയപ്പോൾ വിളിച്ചു പറഞ്ഞു, ഡീന നിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് എടുക്കാൻ പോവുകയാണ്, വിസയ്ക്ക് വെക്കാൻ പോണേണ്, എല്ലാം റെഡിയാക്കുമോ എന്ന് പറഞ്ഞ്. അങ്ങനെ എല്ലാം റെഡിയായി വിസയ്ക്ക് വെച്ചു. അപ്പോൾ എൻ്റെ ഓൾറെഡി OET എക്സ്പയർ ആവുന്ന സമയമായി, 2 വർഷം ആവാൻ പോവുകയാണ്. മെയ് 27 എൻ്റെ എക്സ്പയറി. അപ്പം അവർ ഡേറ്റ് എടുത്തത് മെയ് കഴിഞ്ഞാണ്. അപ്പം ഞാൻ അവർക്ക് മെയിൽ അയച്ചു, എനിക്ക് എൻ്റെ OET എക്സ്പയർ ആവാൻ പോവുക, പിന്നെ ഞാൻ അവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ ഞങ്ങൾ നീക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവർ നേരത്തെ എടുത്തു. അങ്ങനെ ഏപ്രിൽ 26, 27 എനിക്ക് എക്സാം ഡേറ്റ് എടുത്തു. ഞാൻ ഏപ്രിൽ 21 അവിടെ എത്തി. ഏപ്രിൽ 26, 27 എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. മാതാവ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ, എല്ലാവർക്കും സെക്കൻഡ് അറ്റംപ്റ്റിലൊക്കെ കിട്ടുന്നത് എക്സാം, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 14 സ്റ്റേഷനും എനിക്ക് കിട്ടി. മാതാവിൻ്റെ ഒരു കൃപയിൽ, ദൈവപിതാവിൻ്റെ ഒരു അനുഗ്രഹത്തിലാണ് എനിക്കിതെല്ലാം ലഭിച്ചത്. അതിന് കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. എന്നെ ഇവിടെ നടയിൽ എത്തിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ആരെങ്കിലും സഹായം ചോദിച്ചാൽ ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്, പത്രങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ അയർലൻഡിൽ എത്തിക്കഴിഞ്ഞപ്പം എനിക്ക് പത്രം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അത് PDF ആക്കിയിട്ട് എൻ്റെ അമ്മയുടെ ആരെങ്കിലും അടുത്തും ഞാൻ ഇത് ചോദിച്ചു, എന്നിട്ട് PDF ആക്കിയിട്ട് ഞാൻ എനിക്കറിയുന്നവർക്കൊക്കെ ഞാൻ അയച്ചു കൊടുക്കും, ഷെയർ ചെയ്യുമായിരുന്നു. കൃപാസന ഉടമ്പടി ധ്യാനം കാണുമായിരുന്നു. പിന്നെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കണ്ടിട്ടേ ഞാൻ ഡ്യൂട്ടിക്ക് പോകത്തുള്ളൂ. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഉപ്പും തൈരും ഉപയോഗിച്ചിട്ടേ ഡ്യൂട്ടിക്ക് പോകാറുള്ളൂ. അത് ഉപയോഗിക്കുമ്പോൾ എനിക്കൊരു ആത്മധൈര്യം, എന്ത് ചെയ്യാനും ഒരു പേടിയില്ലാത്തൊരു അവസ്ഥയായിരുന്നു. എപ്പോഴും എൻ്റെ കൂടെ മാതാവുണ്ട്, എന്തിനും മാതാവുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ക്രിറ്റിക്കൽ കിട്ടണ സമയമായപ്പോഴും
എല്ലാവരും പറഞ്ഞു നിനക്ക് ശരിയായില്ലേ, ക്രിറ്റിക്കൽ ശരിയാന്ന് വെച്ചാൽ 2 വർഷം അവിടെ വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ്. അപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഞാൻ ഡ്യൂട്ടിക്ക് വരാൻ നേരത്ത് ഞാൻ മഴവില്ല് കണ്ടു. അപ്പം മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നൊരു വിശ്വാസമുണ്ട്. ഈ ഉടമ്പടി വഴിയാണ് എൻ്റെ മാതാവ് എൻ്റെ കുടുംബത്തിൻ്റെ ഓരോ മീൻസ് എൻ്റെ മക്കളുടെ കൂടെയും എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയും എൻ്റെ ഫാമിലിയുടെ കൂടെ എപ്പോഴും ഉള്ള പോലെ എനിക്ക് ഫീലിംഗ് ഉണ്ട്. ഇത്രയും തന്ന അനുഗ്രഹത്തിന് ഞാൻ കോടാനി കോടി നന്ദി പറയുന്നു.